ഹായ് സുന്ദരീസ്, എല്ലാ വർഷവും നമ്മൾ നവരാത്രിക്ക് 9 ദിവസം 9 കളേഴ്സ് ആയിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾ 9 അതേ കളേഴ്സിന്റെ ഔട്ട്ഫിറ്റ്സ് അങ്ങനെ ഗെറ്റ് റെഡി വിത്ത് മീ പോലെയൊക്കെ ചെയ്യുമായിരുന്നു. ഈ വർഷം നമുക്ക് അത്രയൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ വിചാരിച്ചു ഒരൊറ്റെണ്ണം ചെയ്യാം. അത് നമുക്കൊരു ഗർഭ ഡാൻസ് അങ്ങനത്തെ കൈൻഡ് ഓഫ് ഔട്ട്ഫിറ്റ് ഇല്ലേ, അത് ചെയ്യാന്നുള്ളത് നല്ല രസമില്ല. അങ്ങനെ ഒരുങ്ങാനായിട്ട് എങ്ങോട്ട് പോകാണ്ടായിട്ടല്ല, വീഡിയോക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഒരുങ്ങണേ. ഈ സ്കേർട്ട് കണ്ടോ, നല്ല രസമില്ല. ഇത് ഞാൻ കസ്റ്റമൈസ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ഓരോ പീസസ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ഇതിന് തന്നെ കഴിഞ്ഞ വർഷം സെൽവാർ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അതിനെക്കാട്ടും മുന്നത്തെ വർഷത്തിൽ നമ്മൾ ഇങ്ങനെ സ്കേർട്ടായിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇങ്ങനത്തെ കുറച്ച് നമുക്ക് മേടിക്കാൻ പറ്റും. ഞാൻ അവിടെ ടാഗ് ചെയ്യാം. ഇത്രയും ഫ്ലെയർ ആയിട്ട് കിട്ടില്ല എന്നേ ഉള്ളൂ കേട്ടോ. മിന്ത്രയിൽ നമുക്ക് ഇങ്ങനത്തെ സ്കേർട്ട് മേടിക്കാൻ കിട്ടുന്നതാണ്. ഇത് നമുക്ക് ബ്ലാക്ക് ടാങ്ക് ടോപ്പ് ഒക്കെ വെച്ചിട്ട് സ്റ്റൈൽ ചെയ്താലും അടിപൊളിയാണ്. ഇതിന്റെ ഒപ്പം ഞാൻ സിമ്പിൾ ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സാരിയുടെ ഒപ്പം ഉണ്ടായിരുന്ന ബ്ലൗസ് ആണ് അതും. അതേപോലെ തന്നെ കഴിഞ്ഞ വർഷം ഞാൻ മേടിച്ചൊരു ദുപ്പട്ടയാണ്. അങ്ങനത്തെ ദുപ്പട്ടാസ് നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടുന്നതാണ്. പ്ലെയിൻ ബ്ലാക്ക് ടോപ്സിന്റെ ഒപ്പം സെൽവാർ അതിന്റെ ഒക്കെ ഒപ്പം സ്റ്റൈൽ ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ. 250 രൂപയ്ക്കൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. നമുക്ക് ഇത് മൂന്നും കൂടിയിട്ട് അങ്ങ് സ്റ്റൈൽ ചെയ്താലോ. അപ്പൊ നമുക്ക് കെ ബ്യൂട്ടിയുടെ കാജൽ വെച്ചിട്ട് ഒന്ന് ലൈറ്റ് ആയിട്ട് ഒരു സ്പഡ്ജ് ലൈനർ ലുക്ക് കൊടുക്കാം. പിന്നെ ഐലൈനർ വെച്ചിട്ട് കുറച്ച് കുത്തും കോമൊക്കെ ഇടാം. ഈ ഒരു അവസരത്തിലല്ലേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. കാലങ്ങളായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ജുംക്കയാണ് കേട്ടോ. ഈ ഒരു അവസരത്തിൽ മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റാറുള്ളൂ. സിമ്പിൾ ഒരു കമ്മലല്ലേ. മാല ഇടണം എന്നൊക്കെ എനിക്കുണ്ട്, പക്ഷെ മൊത്തത്തിൽ ഓവർ ആയതുകൊണ്ട് മാല നമുക്ക് വേണ്ട കേട്ടോ. ദുപ്പട്ട നമുക്ക് പ്ലീറ്റ് ചെയ്ത് കുത്താം. ഞാൻ വേറെ രീതിയിൽ സ്റ്റൈൽ ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷെ ഫ്രണ്ടിൽ ഹുക്കുള്ള കാരണം ഇതേപോലെ തന്നെ മതി കേട്ടോ. നമുക്ക് ഈ ഹെയർ എക്സ്റ്റൻഷൻ വെച്ചിട്ട് ഒരു ബൺ കിട്ടി ഇതിനെടുത്തിട്ട് നമുക്ക് പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൺ സെറ്റ് ആവും കേട്ടോ. ഇനി നമുക്ക് ഈ സ്പ്രിങ് വളയും അതേപോലെ തന്നെ മോതിരം കൂടി ഇട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു. എന്തായാലും ഈ ഒരു ലുക്ക് ട്രൈ ചെയ്ത് നോക്കൂ. ഇങ്ങനത്തെ സ്കേർട്ട്സ് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പല വെബ്സൈറ്റ്സിലും അവൈലബിൾ ആണ്. ഞാൻ കിട്ടുന്നല്ല അവിടെ ടാഗ് ചെയ്ത് വെക്കാം. അല്ല സമയം ഉണ്ടെങ്കിൽ ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്തെടുത്താലും അടിപൊളിയായിരിക്കും. ലവ് യു സോ മച്ച്. Bye.